السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا وحبيبنا ومنجينا ومرشدنا وهادينا وقرة أعيننا ومولانا ومصطفانا ومجتبانا ومرتضانا ومقتفانا وثمرة فؤادنا مصطفى محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله. عليه توكلت وإليه أنيب. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله العلي العظيم. الصلاة والسلام عليك يا سيدي ويا سندي يا رسول الله. خذ بيدي قلت حيلتي أدركني مرادي يا حبيب الله. قال سبحانه وتعالى في قرآنه المجيد: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة. شفيق بين الله عز وجل. وقال نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم:
مستفاد المؤمن بعد تقوى الله خيرا له من امرأة صالحة إن أمرها أطاعته وإن نظر إليها سرته وإن غاب عنها نصيحته في نفسها وماله شفيع الورى طه رسول الله يا صاحب البغداد كل حاضري يا مطلب الحاجات عبد القادر يا صاحب الأجمير كل ناصري يا مطلب الحاجات خواجة سنجري واعلموا أمة سيدنا ومولانا محمد. വേദിയിൽ സന്നിഹിതരായിട്ടുള്ള അഭിവന്യ പണ്ഡിതനും പ്രമുഖ വാഗ്മിയും നമ്മുടെ ഈ ജമാഅത്തിന്റെ പ്രഗൽഭനായ ഖത്തീബും കൂടിയായ ബഹുവന്യരായ അബൂ ഹന്നത്ത് ഉസ്താദ് അവറുകളെ, ബഹുമാന്യനായ കാസർഗോഡ് സംയുക്ത ജമാഅത്തിന്റെ അഭിവന്യനായ പ്രസിഡന്റും മുസ്ലിം കൈരളിയിലെ മത, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിലെ നിറ സാന്നിധ്യവും മതപ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും ഒരുപോലെ കൊണ്ടു നടക്കുന്ന കേരളത്തിലെ അത്യപൂർവം നേതാക്കളിൽ ഒരാളുമായ അഭിവന്യനായ ചെർക്കളം അബ്ദുള്ള സാഹിബ് അവർകളെ, ആദരണീയനും പണ്ഡിതനുമായ നമ്മുടെ ജമാഅത്തിലെ പ്രഗൽഭനായ മുദർരിസ് ബഹുമാന്യനായ ഫൈളി ഉസ്താദ് അവർകളെ, ഈ സദസ്സിനെ ധന്യമാക്കിയിട്ടുള്ള ആദരണീയരായ ഈ നാട്ടിലെയും പരിസര പ്രദേശങ്ങളിലെയും കാരണവന്മാരെ, ദീനി സ്നേഹികളെ, വിശിഷ്യ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സന്നദ്ധ ഭടന്മാരായ യുവ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരെ, ജ്യേഷ്ഠാനുജ സഹോദര സഹോദരിമാരെ, വളരെ പവിത്രവും പരിശുദ്ധവും അനുഗ്രഹീതവുമായ ഒരു മജ്ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സർവാധിനാഥനായ ജഗന്നിയന്താവായ സർവേശ്വരനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ സദസ്സ് നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, ഗുരുവര്യന്മാർ, സ്നേഹജനങ്ങൾ, ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും ഖബറിടം അല്ലാഹു സ്വർഗ്ഗപൂന്തോപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഈ ഒരുമിച്ച് കൂടിയതുപോലെ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ സുഖലോക സ്വർഗത്തിൽ നമ്മെ സന്തോഷത്തോടെ, റാഹത്തോടെ, ഇസ്സത്തോടെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. വളരെ അനുഗ്രഹീതമായ ഈ വേദിയിൽ നിങ്ങളോടൊപ്പം സംഗമിക്കുവാനും നിങ്ങളോട് സംവദിക്കുവാനും സൗഭാഗ്യം ലഭിച്ചതിൽ അതിയായി സന്തോഷിക്കുകയും ഇതിനവസരം നൽകിയ സർവാധിനാഥനായ അള്ളാഹുവിന് 1000 സ്തോത്രങ്ങൾ അർപ്പിക്കുകയും ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി അൽഫ മറ. അതുപോലെ തന്നെ ഈ പരിപാടിയിലേക്ക് വിനീതനെ ക്ഷണിച്ച അഭിവന്ദനായ നമ്മുടെ പ്രസിഡന്റ് ചെർക്കളം അബ്ദുള്ള സാഹിബ് അവർകളെയും ഈ പരിപാടിയുടെ അണിയറ ശില്പികളെ എല്ലാവരെയും മുക്തകണ്ഠം പ്രശംസിക്കുകയും ഇരുവീട്ടിലും റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, വിശ്വപ്രവാചക പ്രഭു നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഇന്റെ വസന്തോത്സവത്തിൽ ചെർക്കളയിലെ ഖുവത്തുൽ ഇസ്ലാം മദ്രസയിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം തന്ന അള്ളാഹുവിനെ നമുക്ക് ആദ്യമായി സ്തുതിക്കാം. അൽഹംദുലില്ലാഹ്. പരിശുദ്ധമായ ഈ റബീഇന്റെ പൊൻപുലരിയിൽ ലോകമെമ്പാടും ആഹ്ലാദിക്കുകയും വളരെ വിപുലമായ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്.
അതിന്റെ ഭാഗമായി നമ്മൾ ഈ സംഘടിപ്പിച്ചിട്ടുള്ള അനുഗ്രഹീതമായ ഈ മജ്ലിസ് ഇതെന്തുകൊണ്ടും ധന്യമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പുണ്യപ്രവാചകരെ വാഴ്ത്തുന്ന പ്രകീർത്തുന്ന മുത്തഖീങ്ങളുടെ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പുണ്യമായ ഒരു സംഗതിയായി കാര്യമായി മനസ്സിലാക്കുന്നവരാണ് നമ്മൾ. ആരെന്ത് പറഞ്ഞാലും അത് അനാചാരമാണ്, അനിസ്ലാമികമാണ് എന്ന നാഴികക്ക് 400 വട്ടം കവല പ്രസംഗം നടത്തിയാലും അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരെ പ്രകീർത്തിക്കുന്നതിൽ നിന്ന്, അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരെ സ്നേഹിക്കുന്ന നമുക്ക് പിന്മാറാൻ കഴിയില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി ലോകരെ പഠിപ്പിക്കുകയാണ്. ഖുൽ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി ഫബിദാലിക ഫല്യഫറഹു. നബിയെ സമുദായത്തോട് പറയണം, ബിഫദ്ലില്ലാഹി വറഹ്മതിഹി, അല്ലാഹുവിന്റെ ഫദ്ൽ കൊണ്ടും അവന്റെ റഹ്മത്ത് കൊണ്ടും, ഫബിദാലിക ഫല്യഫറഹു, ഈമാനുള്ള മുഅ്മിനീങ്ങൾ സന്തോഷിച്ചു കൊള്ളട്ടെ എന്ന് വിശുദ്ധ ഖുർആനിൽ സർവാധിനാഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുകയാണ്. പുണ്യപ്രവാചകരുടെ ജന്മത്തിൽ അവിടുത്തെ കാരുണ്യമാക്കപ്പെട്ട ആ സുന്ദരമായ മുഹൂർത്തത്തിൽ നമ്മൾ സന്തോഷിക്കണമെന്നാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത്. അല്ലാഹുവിന്റെ ഫദ്ല് കൊണ്ടും റഹ്മത്ത് കൊണ്ടും വിവക്ഷിക്കപ്പെടുന്നത് എന്താണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളിൽ, തഫ്സീർ ഗ്രന്ഥങ്ങളിൽ, മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ബിഫദ്ലില്ലാഹ്, അല്ലാഹുവിന്റെ ഫദ്ല് എന്നതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആനാണ് എങ്കിൽ, റഹ്മത്ത് കൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് ആരംഭപ്പൂവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഇരുലോകങ്ങൾക്കും അനുഗ്രഹമായിട്ടല്ലാതെ നബിയേ അങ്ങയെ നാം ലോകത്ത് നിയോഗിച്ചിട്ടില്ലെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇരുലോകങ്ങൾക്കും അനുഗ്രഹമാണ്. മനുഷ്യന് മാത്രമല്ല, മൃഗങ്ങൾക്ക് പോലും അനുഗ്രഹമാണ്. ഈ ഭൂമിയിലെ മൺതരികൾക്ക് പോലും അനുഗ്രഹമാണ്. സർവചരാചരങ്ങൾക്കും അനുഗ്രഹമാക്കപ്പെട്ട നിലയിലാണ് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൃഷ്ടിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ലോകങ്ങൾക്കാകമാനം കാരുണ്യമായി. മനുഷ്യര് മാത്രമല്ലല്ലോ അവിടുത്തെ കാരുണ്യം ലഭിച്ചവർ. എത്രയോ മൃഗങ്ങൾ അവിടുത്തെ മുമ്പിൽ വന്ന് പരാതി പറഞ്ഞതായി നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാം. ഒട്ടകങ്ങൾ വന്ന് പരാതി പറഞ്ഞിട്ടുണ്ട്. മാൻപേടകൾ വന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്ന് ആവലാതി ബോധിപ്പിച്ചിട്ടുണ്ട്. മഹാനായ സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യപ്പെടുന്ന ഒരേ ഒരു സംഭവം ഞാൻ ഈ പരിശുദ്ധമാക്കപ്പെട്ട റബീഇന്റെ പുണ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബും മഹാനായ സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹുവും ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോ ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു അറാബിയുടെ വീടിന്റെ മുറ്റത്ത് ഒരു മാനിനെ കെട്ടിയിട്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലും സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹും കൂടി ഒരു വഴിയോരത്ത് നടന്നു പോകുമ്പോൾ ഒരു അറാബിയുടെ വീടിന്റെ മുറ്റത്ത് ഒരു മാൻ കുഞ്ഞിനെ കെട്ടിയിട്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ കാണേണ്ട താമസം ആ മാൻപേട മുസ്തഫായ നബി തങ്ങളുടെ അരികിൽ ചെന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരെ, ഈ കാണുന്ന ഈ വലിയ വന്യത്തിനുള്ളിൽ, ഈ കാണുന്ന വനത്തിനുള്ളിൽ, കാടിനുള്ളിൽ എന്റെ 2 പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോഴാണ് ഈ ക്രൂരനായ കാട്ടാളൻ എന്നെ പിടിച്ചുകൊണ്ട്, ഈ ഗ്രാമീണ മനുഷ്യൻ എന്നെ പിടിച്ചുകൊണ്ട് വന്ന് ഇവിടെ കെട്ടിയിട്ടത്. അതുകൊണ്ട് നബിയേ, അങ്ങ് ലോകത്തിനാകമാനം കാരുണ്യവാനായി പിറന്നയാളാണല്ലോ നബിയേ, എന്നെ ഒന്നഴിച്ചു വിട്ടിരുന്നുവെങ്കിൽ എന്റെ കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടി എനിക്ക് ഉടൻ തിരിച്ചു വരാമായിരുന്നു. ഒന്ന് എന്നെ അഴിച്ചു വിടുമോ നബിയേ?
ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അള്ളാന്റെ ഹബീബ് ആ മാൻകുഞ്ഞിനോട് ചോദിക്കുകയാണ്, ഞാൻ നിന്നെ കെട്ടഴിച്ചു വിട്ടാൽ നീ തിരിച്ചു വരുമോ? ഖാലത് നഅം. ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുകയാണ്, ആ മാൻകുഞ്ഞ് പറഞ്ഞു, അതേ നബിയേ, ഞാൻ ഉടൻ തന്നെ തിരിച്ചു വരാം നബിയേ. ഫഅത്ലഖഹാ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മാനിനെ കെട്ടഴിച്ചു വിടുകയാണ്. സന്തോഷാഹ്ലാദത്തോടെ ആ മാന് കാട്ടിലേക്ക് ഓടിപ്പോവുകയാണ്. മഹാനായ സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു പറയുന്നു, ഫലം തൽബസ് അൻജാഅത്. അള്ളാന്റെ ഹബീബ് കെട്ടഴിച്ചു വിട്ടു. കുറച്ച് സമയം കഴിഞ്ഞ് അള്ളാന്റെ റസൂൽ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്ക് ആ മാൻകുഞ്ഞ് തന്റെ പിഞ്ചു പൈതങ്ങൾക്ക് മുലയൂട്ടി തിരിച്ചു വരികയാണ്. അള്ളാന്റെ ഹബീബിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. അള്ളാന്റെ ഹബീബ് ആ മാനിനെ നേരത്തെ കെട്ടിയിട്ടിരുന്ന സ്ഥലത്ത് തന്നെ കെട്ടിയിടുകയാണ്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അപ്പോഴാണ് ആ വീടിന്റെ ഉടമസ്ഥനായ ഗ്രാമീണ മനുഷ്യൻ അങ്ങോട്ട് കടന്നു വരുന്നത്. അയാളെ കാണേണ്ട താമസം അള്ളാന്റെ ഹബീബ് ആ മനുഷ്യനോട് ചോദിക്കുകയാ, അതബിഉനീഹാ, ഈ മാനിനെ എനിക്ക് വിൽക്കുമോ സഹോദരാ? ഈ മാനിനെ എനിക്ക് വിൽക്കാമോ എന്ന് ചോദിച്ചു. ആ മനുഷ്യൻ പറഞ്ഞു, ഹിയ ലക യാ റസൂലല്ലാഹ്, ഇതങ്ങേക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നബിയേ ഇതെനിക്ക് വേണ്ട, ഇത് ഞാൻ അങ്ങേക്ക് ഹദിയ നൽകുകയാണ് നബിയേ, അങ്ങേക്ക് വിൽക്കുകയല്ല, ഞാനിത് അങ്ങേക്ക് ഹദിയ ചെയ്യുകയാണെന്ന് പറഞ്ഞപ്പോ ഫഅത്ലഖഹാ റസൂലുള്ളാഹ്, കാരുണ്യത്തിന്റെ കേദാരമായ ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ മാനിനെ കെട്ടഴിച്ചു വിടുകയാണ്. ആ മാൻകുഞ്ഞ് സന്തോഷത്തോടെ കാട്ടിലേക്ക് ഓടുകയാണ്. ഇത് കാണുന്ന ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന മഹാനായ സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫവല്ലാഹി റഅയ്തുഹാ തസീഹു ഫിൽ അർളി വഹിയ തഖൂൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഷഹാദത്ത് കലിമ ഉച്ചരിച്ചുകൊണ്ട് ആ മാൻ കാട്ടിലേക്ക് ആഹ്ലാദത്തോടെ ഓടിപ്പോകുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് മഹാനായ സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ലോകത്തിനാകമാനം കാരുണ്യമായി പിറന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ്. അവിടുത്തെ ജന്മത്തിൽ സന്തോഷിച്ച് സുവൈബത്തുൽ അസ്ലമിയ എന്ന് പറയുന്ന ഒരടിമ സ്ത്രീയെ മോചിപ്പിച്ചത് കാരണത്താലാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പേരെടുത്ത് ആക്ഷേപിച്ച അബൂലഹബിന് പോലും എല്ലാ തിങ്കളാഴ്ചയും ഒരു അനുഗ്രഹം അല്ലാഹു കൊടുക്കുന്നത്. ഇദാ കാന ഹാദാ കാഫിറൻ ജഅദമുഹു بتبت يداه في الجحيم مخلدا أتى أنه في يوم الاثنين دائما أتى أنه في يوم الاثنين دائما يخفف عنه لي سروري بأحمدا. ആരംഭപ്പൂവായ ലോകൈക ഗുരു മുത്തൊളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിൽ സന്തോഷിച്ചത് കാരണത്താൽ അബൂലഹബിന് പോലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നരകത്തിലായിരുന്നിട്ട് പോലും അനുഗ്രഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സദാസമയവും പുണ്യപ്രവാചകരുടെ പ്രകീർത്തനങ്ങളിൽ മുഴുകുന്ന നമുക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ധാരാളം അനുഗ്രഹം ചെയ്യും. ഈ അനുഗ്രഹീതമായ മാസത്തില് അവിടുത്തെ പ്രകീർത്തനങ്ങളെ കൊണ്ട് നമ്മൾ ധന്യമാക്കിയാൽ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആ പരിശുദ്ധ പ്രവാചകരുടെ ചര്യ അനുധാവനം ചെയ്യുന്ന മുത്തഖീങ്ങളുടെ അത്ബാഇങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ പെടുത്തുമാറാകട്ടെ.
ആ റസൂലുള്ളാഹി തങ്ങളിൽ നമുക്ക് വലിയ പാഠമുണ്ട്. ലോകത്തിനാകമാനം അവിടുത്തെ മാതൃകയുണ്ട്. അതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. തീർച്ചയായും നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിൽ വ്യക്തമായ മാതൃകയുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാണ്, മുഴുവൻ മാതൃകയാണ്. എല്ലാവർക്കും മാതൃകയുണ്ട്. വിദ്യാർത്ഥികൾക്ക് മാതൃകയുണ്ട് മുഹമ്മദ് മുസ്തഫയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അധ്യാപകർക്ക് മാതൃകയുണ്ട്, ഭർത്താവിന് മാതൃകയുണ്ട്, പിതാവിന് മാതൃകയുണ്ട്, സഹോദരന് മാതൃകയുണ്ട്. ജീവിതത്തിന്റെ ഏതേത് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ആ റസൂലുള്ളാഹിയിൽ മാതൃകയുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടുത്തെ മാതൃകയാക്കി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മുഹമ്മദ് ഏക് ഫിറഖ് ഏക് നഹീ ഹേ, മുഹമ്മദ് സെ കഹേ ഔർ ബിൽ യഖീൻ ഹേ, അദബ് ലായേ നഫിയോ ഈമാൻ ഉൻ पर മുഹമ്മദ് റഹ്മത്തുൽ ലിൽ ആലമീൻ ഹേ, മുഹമ്മദ് റഹ്മത്തുൽ ലിൽ ആലമീൻ ഹേ. ഇസ്ലാമേതര മതവിശ്വാസികൾ പോലും അവതരിപ്പിക്കുന്നത്, പാടുന്നത് മുഹമ്മദ് മാനവികതയുടെ നേതാവാണ്. ഏതെങ്കിലും ഒരു മതത്തിന്റെ നേതാവല്ല, മനുഷ്യരാശിയുടെ നേതാവാണ്. മാനവികതയുടെ സമുദ്ധാരകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് ഇസ്ലാമേതര മതവിശ്വാസികൾ പോലും ലോകത്തോട് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ റസൂലുള്ളാഹി തങ്ങളുടെ ജന്മദിനത്തിൽ നമ്മൾ സന്തോഷിക്കണം, അവിടുത്തെ മാതൃകയാക്കി ജീവിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഈ മാസത്തിന്റെ പുണ്യം മനസ്സിലാക്കി ഒരൽപ്പം പറഞ്ഞേ ഉള്ളൂ. ഉത്തമ ദാമ്പത്യം എന്നതാണ് പ്രിയപ്പെട്ടവരെ ഈ വിനീതൻ നിങ്ങളുമായി സംവദിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നല്ല നിലക്ക് പറയാനും കേൾക്കാനും അത് ജീവിതത്തിൽ കൊണ്ടുവരാനും പ്രയോഗവൽക്കരിക്കാനും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഉത്തമ ദാമ്പത്യം എന്ന വിഷയത്തെ പറ്റി പറയുമ്പോൾ ഒരുപാട് കല്യാണം കഴിക്കാനിരിക്കുന്ന ചെറുപ്പക്കാർ ഈ സദസ്സിലുണ്ട്. കല്യാണം കഴിഞ്ഞ് 6 മാസവും 1 വർഷമൊക്കെ ആയ ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാകും. കല്യാണം കഴിഞ്ഞ് 10-50 വർഷങ്ങളായ ആളുകളൊക്കെ ഈ കൂട്ടത്തിലുണ്ടാകും. എല്ലാവർക്കും അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വലിയ മാതൃകയുണ്ട്. അവിടുന്ന് പഠിപ്പിക്കുകയാണ് എങ്ങനെയാണ് ഒരു ഭർത്താവ് നല്ല ഭർത്താവുക, എങ്ങനെയാണ് ഒരു ഭാര്യക്ക് നല്ല ഭാര്യയാവാൻ കഴിയുക. ആ വിഷയമാണ് ഇൻഷാ അല്ലാഹ് ഹൃസ്വമായി നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പ്രപഞ്ചത്തിന്റെ ഘടന തന്നെ നിർണയിച്ചിട്ടുള്ളത് ഇണരൂപത്തിലാണ്. പ്രപഞ്ചത്തിന്റെ ഘടന തന്നെ അല്ലാഹു ഇണരൂപത്തിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ ആ കാര്യം വളരെ ഭംഗിയായി അല്ലാഹു അവതരിപ്പിക്കുന്നത് നമുക്ക് നോക്കാം. وأنزلنا من المعصرات ماء ثجاجا لنخرج به حبا ونباتا وجنات ألفافا. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പഠിപ്പിക്കുകയാണ്, ഫല്യൻദുറിൽ ഇൻസാനു ഇലാ ത്വആമിഹി അന്നാ സബബ്നൽ മാഅ സബ്ബാ ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, ആകാശത്ത് നിന്ന് നാം മഴ വർഷിപ്പിച്ചു. വഅൻസൽനാ മിനൽ മുഅ്സിറാത്തി മാഅൻ സജ്ജാജാ. ആകാശത്ത് നിന്ന് നാം മഴ വർഷിപ്പിച്ചു. ആ മഴത്തുള്ളികളെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഈ ഭൂമി സ്വീകരിച്ചു. അന്നാ സബബ്നൽ മാഅ സബ്ബാ
ثم شققنا الأرض شقا ആകാശത്ത് നിന്ന് മഴ വർഷിച്ചപ്പോ ഭൂമി ആ മഴത്തുള്ളികളെ സ്വീകരിക്കുകയാണ്. ഭൂമി ആ മഴത്തുള്ളികളെ സ്വീകരിച്ചിട്ടോ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുന്നു ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقضبا. ആകാശത്തിൽ നിന്ന് മഴ വർഷിച്ചു, ഭൂമി അത് സ്വീകരിച്ചു. എന്നിട്ട് ഭൂമിയിൽ നിന്ന് സസ്യങ്ങൾ മുളയ്ക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആകാശത്തെ ഭർത്താവായും ഭൂമിയെ ഭാര്യയായും അതിലുള്ള സസ്യലതാദികളെ സന്താനങ്ങളായും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൃഷ്ടിച്ചു എന്നർത്ഥം. ആകാശം ഭർത്താവാണ്, ഭൂമി ഭാര്യയും അതുപോലെ സസ്യലതാദികൾ സന്താനങ്ങളായിട്ടും പ്രപഞ്ചത്തിന്റെ ഘടന അല്ലാഹു സൃഷ്ടിച്ചത് ഇണരൂപത്തിലാണ്. അപ്പൊ എല്ലാവർക്കും ഇണ വേണം, എല്ലാവർക്കും ഒരു പെണ്ണ് വേണം, എല്ലാവർക്കും ഒരു കൂട്ടിനൊരാള് വേണം. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാര്യയെ പറ്റി പറയാൻ ഉപയോഗിച്ച അതേ പദം അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പറയാൻ ഉപയോഗിച്ചതും അതേ പദമാണ്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഹബീബിനെ പരിചയപ്പെടുത്താൻ ഉപയോഗിച്ച പദം ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് നാം നിയോഗിച്ചു. റസൂലും മിൻ അൻഫുസികും, ഇതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഉപയോഗിച്ച പദം. അതേ പദം തന്നെയാണ് ഭാര്യമാരെ പറ്റി പറയാൻ അല്ലാഹു ഉപയോഗിച്ചിട്ടുള്ളത്. വമിൻ ആയാതിഹി അൻ ഖലഖ ലകും മിൻ അൻഫുസികും അസ്വാജാ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അൻ ഖലഖ ലകും മിൻ അൻഫുസികും അസ്വാജാ. നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്കുള്ള ഇണകളെ സൃഷ്ടിച്ചു തന്നു എന്നത് അല്ലാഹു നിങ്ങൾക്ക് ചെയ്ത വലിയ ദൃഷ്ടാന്തങ്ങളുടെ ഭാഗമാണെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ പ്രവാചകരെ പറ്റി പറയാൻ ഉപയോഗിച്ച അതേ പദമാണ് ഭാര്യമാരെ പറ്റി പറയാൻ അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഭാര്യമാരുടെ മഹത്വമാണത് അറിയിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ഭാര്യ ഭർത്തൃ ജീവിതം അത് വല്ലാത്തൊരു ജീവിതമാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ മനുഷ്യന്റെ ഒരു ജീവിതം ആരംഭിക്കുന്നത് തന്നെ വൈവാഹിക ജീവിതത്തോടു കൂടെയാണ്. ദാമ്പത്യ ജീവിതം അത് വല്ലാത്ത ജീവിതമാണ്. നമ്മൾ ആലോചിച്ച് നോക്ക്, ഇന്നലെ വരെ ഒന്നുമല്ലാതിരുന്ന ആളുകൾ, ഇന്നലെ വരെ പരസ്പരം കാണാത്ത ആളുകൾ ഇന്നവർ ഒന്നിക്കുകയാണ്. അവർ ഒന്നിക്കുന്നുവെന്ന് മാത്രമല്ല, അവർ ലോകത്തെ ഏറ്റവും വലിയ പരസ്പര ബന്ധത്തിന്റെ ഉടമകളാവുകയാണ്. വിശുദ്ധ ഖുർആനിൽ അതാണ് അല്ലാഹു പറഞ്ഞത്, ഖലഖലകും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ. എന്തിനാ നിങ്ങൾക്ക് അല്ലാഹു ഇണകളെ സൃഷ്ടിച്ചത്? ലിതസ്കുനൂ ഇലൈഹാ, അവരിൽ നിങ്ങൾക്ക് സമാധാനം കണ്ടെത്താൻ, നിങ്ങൾക്ക് ശാന്തി കൈവരിക്കാൻ, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകാനാണ് അല്ലാഹു ഇണകളെ നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നതെന്ന് വിശുദ്ധ ഖുർആൻ. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, വജഅല ബൈനകും മവദ്ദതൻ വറഹ്മാ. എന്നിട്ട് അല്ലാഹു നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഊട്ടിയുറപ്പിച്ചു. ഇന്നലെ വരെ ഒന്നുമല്ലാതിരുന്ന ആളുകൾ, രണ്ടാളുകൾ പരസ്പരം ഒന്നിച്ചു. അവരിന്ന് ലോകത്തെ ഏറ്റവും വലിയ ബന്ധത്തിന്റെ ഉടമകളാവുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മുടെയൊക്കെ ദാമ്പത്യം സുഖപ്രദമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ.
അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദാമ്പത്യ ജീവിതം സുന്ദരമായി മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ രണ്ടുപേരും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണമെന്നാണ് ഏറ്റവും വലിയ പാഠം. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം അതാണ്. വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണം. ഭാര്യയുടെ ഭാഗത്ത് നിന്നും ഭർത്താവിന്റെ ഭാഗത്ത് നിന്നും വിട്ടുവീഴ്ചകൾ ഉണ്ടാകണം. പരസ്പരം സഹകരിക്കാനും പൊരുത്തപ്പെടാനുമുള്ള ഒരു മനസ്സ് ഭർത്താവിനുണ്ടാകണം, അതേപോലെ ഭാര്യയ്ക്കും ഉണ്ടാകണം. എന്നാലേ അവർ തമ്മിലുള്ള ബന്ധം സുദൃഢമാവുകയുള്ളൂ. ബന്ധം സുദൃഢമാകണമെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് മുമ്പോട്ട് പോകണം, സന്തോഷത്തോടു കൂടി. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഭർത്താക്കന്മാര് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അള്ളാഹുവിന്റെ ഹബീബ് പരിശുദ്ധ പ്രവാചക പ്രഭു നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഇഹ്തിറാമുർ റജുലി സൗജഹു, ഇഹ്തിറാമുർ റജുലി സൗജഹു. ഭർത്താവ് അവന്റെ ഭാര്യയെ മാനിക്കുന്നവനാകണം, ഭർത്താവ് അവന്റെ ഭാര്യയെ ബഹുമാനിക്കുന്നവനാകണം. അക്രമൻ നിസാ ഇല്ലാ കരീം വമാ അഹാനഹുന്ന ഇല്ലാ ലഈം. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, മാ അക്രമൻ നിസാ ഇല്ലാ കരീം. അല്ലാഹു ആദരിച്ച ആദരവുള്ള ഭർത്താവിനല്ലാതെ ഭാര്യയെ ആദരിക്കാൻ കഴിയില്ല. ഭാര്യയുടെ അവകാശങ്ങളെ കുറിച്ചറിയില്ല, ഭാര്യയുടെ അവകാശങ്ങൾ വകവെച്ച് കൊടുക്കാൻ കഴിയില്ല. അല്ലാഹു ആദരിച്ച ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ ബഹുമാനിക്കാൻ കഴിയൂ. മുഹമ്മദ് മുസ്തഫ വമാ അഹാനഹുന്ന ഇല്ലാ ലഈം. ശപിക്കപ്പെട്ട നീചരായ നികൃഷ്ടരായ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ ചീത്ത പറയാനും ശകാരിക്കാനും മടിക്കാനും തൊഴിക്കാനും കഴിയൂ. ചീത്ത ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ മർദ്ദിക്കാൻ കഴിയൂ. മുഹമ്മദ് മുസ്തഫ. നല്ല ഭർത്താക്കന്മാർക്കൊരിക്കലും ഭാര്യമാരോട് ദേഷ്യപ്പെടാൻ കഴിയില്ല, ഭാര്യമാരോട് മോശമായി പെരുമാറാൻ കഴിയില്ല. അതുകൊണ്ടാ രക്ഷിതാക്കളോട്, പെൺകുട്ടികളുടെ രക്ഷിതാക്കളോട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ലാ തുസവ്വിജ് ഇബ്നതക ഇല്ലാ ലിതഖീ. അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ് രക്ഷിതാക്കളോട്, ലാ തുസവ്വിജ് ഇബ്നതക ഇല്ലാ ലിതഖീ. ഒരു മുത്തഖിയായ അല്ലാഹുവിനെ പേടിക്കുന്ന മനുഷ്യനല്ലാതെ നീ നിന്റെ മകളെ കെട്ടിച്ചു കൊടുക്കാൻ പാടില്ലടാ. രക്ഷിതാവിനോട് അല്ലാഹുവിന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തുകയാണ്. ആർക്കാണ് കെട്ടിച്ചു കൊടുക്കേണ്ടത്? മുത്തഖിയായ മനുഷ്യന്. ഇന്ന ഹബ്ബഹാ അക്റമഹാ വഇൻ കരിഹഹാ ലം യദ്രിബ്ഹാ. ഭാര്യമാരെ നല്ലവണ്ണം സ്നേഹിക്കുകയും വല്ല വെറുപ്പമുണ്ടായാൽ അടിക്കാതിരിക്കുകയും ചെയ്യുന്ന ഭർത്താക്കന്മാരെ നിങ്ങൾ നിങ്ങളുടെ മകളെ ഏൽപ്പിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കേണ്ടത് ഭാര്യമാരെ ആദരിക്കുന്ന, അള്ളാനെ പേടിച്ച് ജീവിക്കുന്ന മുത്തഖിയായ ആളുകൾക്കാണ്, ഭർത്താക്കന്മാർക്കാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ പാഠമാണ് അള്ളാഹു സമൂഹത്തിന് നൽകുന്നത്, വലിയ പാഠമാണ് അള്ളാഹുവിന്റെ ഹബീബ് ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിച്ചു നോക്ക്, നമ്മൾ എങ്ങനെയാ കല്യാണം കഴിക്കാറുള്ളത്? ഭർത്താവിന്റെ എസ്റ്റേറ്റിന്റെ കണക്ക് കൂട്ടിയിട്ടാണ്. ഭർത്താവിന്റെ ബിസിനസ് ശൃംഖല എത്രത്തോളം വ്യാപകമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ കെട്ടിച്ചു കൊടുക്കാറുള്ളതെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സീമന്തപുത്രി പ്രിയപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ കെട്ടിച്ചു കൊടുത്തത് ആർക്കാണെന്നറിയോ? ദരിദ്രനായ, മക്കയിലെ ഏറ്റവും വലിയ ദരിദ്രനായ പ്രിയപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനാണ്.
അലിയാർ തങ്ങൾക്കാണ് അള്ളാന്റെ ഹബീബ് തന്റെ പ്രിയപ്പെട്ട മകള് കെട്ടിച്ചു കൊടുത്തത്. ആരാണ് അലിയാർ തങ്ങൾ? അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ, ഞാൻ വിജ്ഞാനത്തിന്റെ പട്ടണമാണെങ്കിൽ ആ പട്ടണത്തിലേക്കുള്ള പ്രവേശന കവാടം അത് അലിയാണ്. അലിയുൽ മുർത്തളയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിജ്ഞാനത്തിന്റെ പട്ടണമാണ് ഞാനെങ്കിൽ അലിയാണ് ആ പട്ടണത്തിലേക്കുള്ള പ്രവേശന കവാടം എന്ന് അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ച അലിയാർ തങ്ങൾക്കാണ് തന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമാന്റെ കൈ പിടിച്ച് അള്ളാന്റെ റസൂല് ഏൽപ്പിച്ചു കൊടുത്തത്. ധാരാളം രാജകുമാരന്മാര് വന്നു. മുസ്തഫ നബി തങ്ങളുടെ വസതിയിലേക്ക് ഒരുപാട് രാജകുമാരന്മാര് വന്നു. വലിയ മേലാളന്മാര്, സമ്പന്നന്മാര് വന്നിട്ട് അള്ളാന്റെ ഹബീബിനോട് തന്റെ പ്രിയപ്പെട്ട മകളെ ഒന്ന് ഏൽപ്പിച്ചു തരുമോ, ഒന്ന് കല്യാണം കഴിച്ചു തരുമോ എന്നാരാഞ്ഞു വന്നിട്ടും അള്ളാന്റെ ഹബീബ് തന്റെ മകളെ ഏൽപ്പിച്ചു കൊടുത്തത് അലിയാർ തങ്ങൾക്കാണ്. അലിയിനോട് പറഞ്ഞു, അലിയേ, ഒരുപാട് ആളുകൾ എൻ്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമാനെ ചോദിച്ചു വന്നു, പക്ഷേ ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല അലിയേ. ഞാനത് നൽകാൻ ആഗ്രഹിക്കുന്നത് നിനക്കാണ് അലിയേ. അലിയാർ തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് ഏൽപ്പിച്ചു തന്നാൽ ഞാനത് ഏറ്റെടുക്കും. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ നബിയെ, അങ്ങയുടെ പൂമകളെ പോറ്റി വളർത്താൻ ഈ അലിയാർക്ക് കഴിയണമെന്നില്ല നബിയെ. ഞാൻ ദരിദ്രനാണ്, ഞാൻ പാവപ്പെട്ടവനാണ്, അങ്ങേക്കറിയാമല്ലോ. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, അലിയേ, നിന്നെയാണ് ഏറ്റവും യോഗ്യതയുള്ള ഭർത്താവായി ഞാൻ എൻ്റെ മകൾക്ക് കാണുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ റസൂൽ പറയാണ്, ഏറ്റവും യോഗ്യതയുള്ള ഭർത്താവായി ഞാൻ കാണുന്നത് നിന്നെയാണ്. പ്രിയപ്പെട്ടവരെ, വലിയൊരു സന്ദേശമാണ് അള്ളാന്റെ റസൂല് ഈ സംഭവത്തിലൂടെ മുസ്ലിം ലോകത്തിന് പഠിപ്പിക്കുന്നത്. വലിയൊരു സന്ദേശമാണ്. മക്കളെ കെട്ടിച്ചു കൊടുക്കുമ്പോൾ രക്ഷിതാക്കളെ ശ്രദ്ധിക്കണം. കള്ളുകുടിയന്മാർക്കും അതുപോലെ തന്നെ വ്യഭിചാരികൾക്കും കെട്ടിച്ചു കൊടുക്കാൻ പാടില്ലെന്ന വലിയൊരു സന്ദേശമാണ് അള്ളാന്റെ ഹബീബ് നൽകുന്നത്. മഹാനായ ഇമാം ശഅബി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൻ സവ്വജ കരീമതഹു മിൻ ഫാസിഖ്, ആരൊരാൾ തന്റെ പ്രിയപ്പെട്ട മകളെ ഏതെങ്കിലും ഒരു തെമ്മാടിക്ക് കെട്ടിച്ചു കൊടുത്താൽ, മഹാനായ ശഅബി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫഖദ് ഖതഅ റഹിമഹാ, ഫഖദ് ഖതഅ റഹിമഹാ. ഏതെങ്കിലും ഒരാൾ തന്റെ പൊന്നുമോളെ പിടിച്ച് വലിയ ബിസിനസ്സുകാരനാണെന്നും പറഞ്ഞ ഒരാൾക്ക് കെട്ടിച്ചു കൊടുത്തു. അയാളുടെ സ്വഭാവ വൈശിഷ്ട്യങ്ങളൊന്നും നോക്കാതെ, അയാൾ ആരാണ് എന്താണെന്നും അറിയാതെ ഇങ്ങനെ അയാളുടെ പണത്തിന്റെ പവർ കണ്ട് കെട്ടിച്ചു കൊടുത്താൽ, അയാൾ വല്ല വ്യഭിചാരിയോ മദ്യപാനിയോ അതുപോലെ തന്നെ വേണ്ടാത്തരങ്ങൾ ചെയ്യുന്നയാളോ മറ്റോ ആയാൽ, ഫഖദ് ഖതഅ റഹിമഹാ, ആ പിതാവ് ആ മകളുടെ ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നുവെന്ന് മഹാനായ ഇമാം ശഅബി റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഭർത്താവ് മാന്യനാകണം, ഭാര്യമാരെ ബഹുമാനിക്കുന്നവരാകണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഒരുപാട് മോമിനിങ്ങളുണ്ടല്ലോ. നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ ഭാര്യമാരൊന്ന് ബഹുമാനിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ അവരെ കാണുമ്പോൾ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കണം എന്നല്ല. നമുക്ക് പലപ്പോഴും ആഗ്രഹമുണ്ട് നമ്മളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം, അല്ലേ, നമ്മുടെ വീടിൻ്റെ ഉമ്മറപ്പടി വരെ നമ്മളെ യാത്രയാക്കണം. ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മൾക്കുണ്ട്. എപ്പോഴെങ്കിലും ഭാര്യമാരെ ഒന്ന് മനസ്സറിഞ്ഞാദരിക്കാൻ, ഭാര്യമാരെ ഒന്ന് മനസ്സറിഞ്ഞ്